യോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ലഡാക്ക് ട്രിപ്പൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സക്സസ്ഫുള്ളി തന്നെ കംപ്ലീറ്റഡ് ആണ് കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ബീനെ ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടിയിരുന്നതാണ്. നമ്മൾ ലാസ്റ്റ് ജയ്പൂർ എന്നല്ലേ ചെയ്തത്, ജയ്പൂർ നിന്നാണ് സർവീസ് ചെയ്തത്. നമുക്ക് പിന്നെ ഓയിൽ വാണിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. സോ നേരെ കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്തിട്ട് നമുക്ക് കുളിച്ച് കുട്ടപ്പനാക്കി ഇറക്കാമെന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ സർവീസ് കോസ്റ്റ് കാര്യങ്ങൾ, പിന്നെ എൻ്റെ ലഡാക്ക് കയറിയ നമ്മുടെ ബീനെ കൊണ്ട് ബീസ്റ്റോം കേട്ടോ, ബീസ്റ്റോമിനെയാണ് ബീന്ന് വിളിക്കുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. സോ ബീനെ ഒന്ന് സർവീസ് ചെയ്തു. അപ്പോൾ നമുക്ക് ലഡാക്ക് കയറിയതിന് ശേഷം ബീനെ കൊണ്ടുള്ള എക്സ്പീരിയൻസ് എന്താണ്, ബീസ്റ്റോം നമുക്ക് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പറ്റുമോ, ഇപ്പോൾ ലഡാക്ക് പോയി വന്നതിന് ശേഷമുള്ള സർവീസ് കോസ്റ്റ് എത്രയാണ്, ഇതെല്ലാം ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നേരെ സർവീസ് സെൻറ്ററിലേക്ക് പോയിട്ട് ഒരു ഫുൾ ചെക്കപ്പ് ചെയ്യാനാണ് പറയുന്നത്. മീൻസ് എന്തൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മികല കയറിയ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ ഇത് എന്താ പറയുക, ക്ലച്ച് പ്ലേറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, ഇതുവരെ ഒരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല. നമുക്കപ്പോൾ അത് ഒന്ന് ഫുൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പരിപാടി നോക്കാം. എന്നിട്ട് നമുക്ക് സർവീസ് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. നമ്മൾ പാലക്കാടുള്ള ഗ്ലോബൽ സുസുക്കിയിലാണ് കേട്ടോ സർവീസ് ചെയ്യുന്നത്. ഞാൻ ഇതുവരെയും അവിടെ തന്നെയാണ് ചെയ്തത്. എൻ്റെ പെയ്ഡ് ഇപ്പോൾ ഒരു വർഷം ആയിട്ടുണ്ടല്ലോ, വണ്ടി ഒരു വർഷമായി, 31,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സോ ഇതുവരെയ്ക്ക് ഞാൻ വെളിയിലൊന്നും കൊടുത്തിട്ടില്ല വണ്ടി. എല്ലാം ഓതറൈസ്ഡ് സുസുക്കി സെൻറ്ററുകൾ മാത്രമേ കൊടുക്കുള്ളൂ. നാട്ടിലിപ്പോൾ നമ്മൾ ആകെ ലഡാക്കിന് മാത്രമാണ് പുറത്ത് പോയിട്ടുള്ളൂ. ഗ്ലോബൽ സുസുക്കി ഉണ്ടോ, ഗ്ലോബൽ സുസുക്കിയിലാണ് നമ്മൾ കൊടുക്കുക എപ്പോഴും. അപ്പോൾ ഇന്നത്തെ ചെക്കിങ് കാര്യങ്ങളെല്ലാം നോക്കാം. സുത്താ മോനെ ട്രിപ്പ് കഴിഞ്ഞ് എത്തിയുള്ളൂ. അപ്പോൾ ഇതിൽ പോയതിലൊരു 5 വണ്ടിയിൽ 4 വണ്ടീൻ്റെ ക്ലച്ച് പ്ലേറ്റൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ഒന്നും പൊട്ടിയില്ല. അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. മറ്റേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ക്ലച്ച് ആക്സിലേറ്ററൊക്കെ മാറ്റിയാണ്. അതൊന്നുമില്ല, മറ്റേ മല കയറുന്ന സമയത്ത് 4 വണ്ടി ക്ലച്ച് പ്ലേറ്റൊക്കെ കത്തി. കുറച്ച് പഴയതാണ്, നമ്മൾ മാത്രം കത്തിയില്ല. എന്നിട്ട് ഞാൻ എല്ലാം മാറ്റിക്കോ. ഞാൻ ലാസ്റ്റ് ജയ്പൂരിൽ നിന്നാണ് കഴിഞ്ഞത്. അപ്പോൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഓയിലൊക്കെ മാറ്റിക്കോ. അടിയിൽ നമ്മുടെ ഇതില്ലേ നട്ട്, അതിൻ്റെ ഇത് മാറ്റിയിട്ടില്ല, ഓറിങ് അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. അപ്പോൾ അതുകൂടെ ഒന്ന് മാറ്റിക്കോ. ചെയിന് കാര്യങ്ങൾ പിന്നെ എല്ലാം നോക്കിയാൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി കിട്ടും. നോർമലി മാറ്റേണ്ടതെല്ലാം മാറ്റിക്കോ കേട്ടോ. ഓയിൽ, ഓറിങ് കാര്യങ്ങൾ, ഫിൽറ്റർ കാര്യങ്ങളെല്ലാം മാറ്റി, ബാക്കിയൊന്നുമില്ല. ഓക്കെ, ഓക്കെ, റെഡി. വിളിക്ക്, എന്തുണ്ടെങ്കിലും വിളിച്ചോ കേട്ടോ. എന്ത് മാറ്റണമെങ്കിൽ വിളിച്ചോ. യോ ഗായ്സ്, അപ്പോൾ ബി നമ്മൾ സർവീസ് ചെയ്തതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഞാനിത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. കാരണം അന്ന് റെക്കോർഡ് ചെയ്തതൊന്നും വോയിസും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, കുറച്ച് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് കാരണം നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് സർവീസ് കോസ്റ്റ് പ്ലസ് എന്തൊക്കെ സർവീസ് ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ബീനെയും കൊണ്ട് ലഡാക്കിൽ കയറിയപ്പോൾ
കിട്ടിയ എക്സ്പീരിയൻസ് എല്ലാ തരത്തിലും, വണ്ടിയുടെ പെർഫോമൻസ് കാര്യങ്ങൾ എല്ലാ തരത്തിലുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൂടെ നമുക്ക് സർവീസ് കോസ്റ്റ് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇതുവരെയുള്ള ബീനെ കൊണ്ട് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് പ്ലസ് ലഡാക്ക് പോയതിൻ്റെ എക്സ്പീരിയൻസ് പ്ലസ് നമ്മുടെ സർവീസ് കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു എന്താ പറയുക ഒരു ഐഡിയ കിട്ടും, നമുക്ക് V-Strom ഇപ്പോഴും എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഞാൻ ഒരു വണ്ടിയുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണോ അത് ഞാൻ എന്താ പറയുക ട്രൂലി ഒരു എന്താ പറയുക ഒരു എക്സ്ട്രാ ഗിയറോ എക്സ്ട്രാ ഗ്രീസോ ഒന്നും ചേർത്താതെ റോ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരാമെന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് ആരുമായിട്ടും ഇത് കമ്പയർ ചെയ്യാനൊന്നും ഞാനില്ല. നമുക്ക് റെഫർ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അതാകുമ്പോൾ ഒരു വൈബ് കൂടെ ആകുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് സംസാരിക്കാം. ഇപ്പോൾ സർവീസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ സമയത്ത് ലൈക്ക് എനിക്ക് അത്ര വലിയ സർവീസ് കോസ്റ്റ് ഒന്നും വന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 11,500 കിലോമീറ്റർ സ്ട്രൈറ്റ് ഒരു 36-37 ഡേയ്സ് കണ്ടിന്യൂസ് റൈഡായിരുന്നു. കണ്ടിന്യൂസ് റൈഡിൽ നമ്മളൊരു 11,500 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് സർവീസിലേക്ക് ലാസ്റ്റ് വരാം. നമുക്ക് എക്സ്പീരിയൻസ് ഞാൻ ആദ്യം ഷെയർ ചെയ്യാം. V-Stromൻ്റെ എന്താ പറയുക ഏറ്റവും മെയിൻ അട്രാക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അട്രാക്ഷൻ തന്നെയാണ് ഗ്രൗണ്ട് പ്രസൻസ് കേട്ടോ. സത്യം പറയട്ടെ, ഗ്രൗണ്ട് പ്രസൻസിൽ ഒരു ടോപ്പ് ലെവൽ തന്നെ നിൽക്കുമെന്ന് ഞാൻ പറയാം. നമ്മൾ അതും എസ്പെഷ്യലി ഫുൾ കിറ്റിൽ നിൽക്കുന്ന സമയത്ത് ബീന് അത്രയും ഗ്രൗണ്ട് പ്രസൻസ് ആയിരുന്നു. അത് എനിക്ക് ഇവിടെ നിന്ന് കേരള മുതൽ ലഡാക്കിൽ നിന്ന് തിരിച്ച് കേരളം എത്തുന്നവരെയും അത് അങ്ങനെ തന്നെ ആയിരുന്നു. എവിടെ വണ്ടി നിർത്തിയാലും എവിടെ പോയാലും എല്ലാവരും നമ്മളെ നോട്ടീസ് ചെയ്യും. നമ്മൾ ഹൈലൈറ്റഡ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ നിങ്ങളൊരു എന്താ പറയുക ഹൈലി റെക്കഗ്നൈസ്ഡ് വണ്ടി അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുമ്പോൾ 4 പേര് ഹാ എന്ന് പറയണമെന്നുള്ള വണ്ടി, അങ്ങനത്തെ ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് ഇത് കൊടുക്കുക കേട്ടോ. വേറെ വണ്ടികൾ ലുക്കല്ല എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചുകൂടെ ഫുൾ കിറ്റ് എടുത്ത് വണ്ടി നിൽക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നമ്മുടെ V-Strom മുൻപന്തി തന്നെയാണ്. ഓക്കെ, പിന്നെ വരുന്ന അടുത്തൊരു എക്സ്പീരിയൻസ് പറയുന്നത് നമ്മുടെ റിലയബിലിറ്റി, ഇഞ്ചൻ സൈഡ് കേട്ടോ. എൻ്റെ മോനെ ദേ ഈ കാണുന്ന ഈ ഹൈവേകളിൽ ആരാണ് നമുക്ക് എന്താ പറയുക ഒരു അഡ്വഞ്ചർ ടൂറിങ് വണ്ടിക്ക് ആപ്റ്റ് ആവുന്ന ഒരു മെഷീൻ തന്നെയാണ് നമ്മുടെ V-Stromൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, സ്പെക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് പറഞ്ഞ് നമ്മൾ ബോറടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു എന്താ പറയുക ഒരു സ്ട്രെയിനോ സ്ട്രെസ്സോ ഇല്ലാത്ത ഒരു 249 cc ഒരു മെഷീനാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്താ പറയുക എനിക്ക് കേരളത്തിൽ നിന്ന് ലഡാക്ക് എത്തുന്നവരെയും ലഡാക്കിൽ കയറുമ്പോൾ ഓബിയസ്ലി കുറച്ച് പവർ ലോസ് ഉണ്ടായിരുന്നു. അത് ലഡാക്കിൻ്റെ ആ ഒരു സമയത്ത് പറയാം. എനിക്ക് ഇവിടെ നിന്ന് ലഡാക്ക് എത്തുന്നത് വരെയും ഇഞ്ചൻ സൈഡിൽ നിന്ന് ഒരു സ്ട്രെസ്സോ എന്താ പറയുക ഒരു വൈബ്രേഷനോ ഈവൻ വൈബ്രേഷൻ അടക്കം നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ സുസുക്കിനെ സമ്മതിച്ചേ പറ്റൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹീറ്റിങ് കൂളിംഗ് ഇത് എന്ത് ടെക്നോളജിയാണെന്നൊന്നും അറിയില്ല. സുസുക്കിയുടെ ഏതോ ഒരു ടെക്നോളജിയാണ്, ജാപ്പനീസ് ടെക്നോളജിയാണ്. എന്തായാലും സംഭവം നൈസായിട്ടുണ്ട്. ഹീറ്റിങ് ഇല്ല. ഓക്കെ, നമുക്ക് ബമ്പർ ടു ബമ്പർ ഓടിക്കുകയാണെങ്കിലും ശരി, ഇല്ല നിങ്ങൾ ഒരു കണ്ടിന്യൂസ് ഒരു 100-110 കണ്ടിന്യൂസ് നിങ്ങളൊരു 100 കിലോമീറ്റർ സഞ്ചരിച്ചാലും ശരി, നമുക്കതിൻ്റെ ഇഞ്ചൻ സൈഡിൽ നിന്നുള്ള ഹീറ്റ് എന്നുള്ളൊരു സംഭവം നമുക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. വൈബ്രേഷനും അതുപോലെ തന്നെയാണ് വെൽ റിഫൈൻഡ് ഇഞ്ചൻ തന്നെയാണ്. അപ്പോൾ ഇഞ്ചൻ സൈഡ് നോക്കിയാൽ റിലയബിലിറ്റിയിൽ സുസുക്കിക്ക് 10ൽ 10 കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു റേറ്റിംഗ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് പ്രസൻസിനും 10ൽ 10 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇഞ്ചൻ്റെ സൈഡാണ് ഇതിലൊരു മെയിനായിട്ട് സ്ട്രോങ് ആയിട്ട് വരുന്നൊരു സംഭവം. പിന്നെ ബാക്കിയുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിങ്, നമ്മുടെ കംഫർട്ടാണ്. കംഫർട്ടിൽ എന്താ പറയുക
എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കംഫർട്ട് എന്നുള്ള കാര്യത്തിൽ വരുമ്പോൾ സീറ്റിംഗ് എക്സ്ട്രാ ഓർഡിനറി എന്നൊന്നും പറയാനൊന്നുമില്ല, കുറച്ച് ഹാർഡായിട്ടുള്ള സീറ്റാണ്. അപ്പോൾ നമുക്കത് ലോങ് ഇപ്പോൾ ഒരു 200 കിലോമീറ്ററോ ലോങ് സ്ട്രെച്ച്, ഒരു നോൺ സ്റ്റോപ്പബിൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് നല്ല രീതിയിൽ ഫീലാകും. അപ്പോൾ ഒരു അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി എന്താ പറയുക സോഫ്റ്റായിട്ടുള്ള സീറ്റാണെന്നൊന്നും പറയാനില്ല. ഒരു ആവറേജ് സീറ്റാണ്. നിങ്ങൾക്ക് ജെൽ സീറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സീറ്റ് കവേഴ്സോ അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് സീറ്റ്സോ വെക്കുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആവറേജാണ് സീറ്റ് കംഫർട്ട്. പക്ഷേ നമുക്ക് എർഗണോമിക്സൊക്കെ ഭയങ്കര സ്ട്രൈറ്റാണ്, അപ്പറായിട്ടാണ്. ആൻഡ് ഹാൻഡിൽ ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. സീറ്റിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. വേറെ കംഫർട്ടിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് നീ വേദന, ഇടുപ്പ് വേദന അങ്ങനത്തെ ഒരു സാധനം എനിക്ക് വന്നിട്ടില്ല. പിന്നെ വേറൊരു ചെറിയ കാര്യമുണ്ട്, ലെഫ്റ്റ് സൈഡ് പുള്ളിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇത് എപ്പോഴും നിങ്ങൾക്ക് കാണാം വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പോകുന്നുണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് പുള്ളിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡ് ഷോൾഡറിൻ്റെ അവിടെ ചെറിയ ഒരു വേദന വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് പല സമയങ്ങളിലും പല ദിവസങ്ങളിലും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റോഡ് കൂടെ മോശമാവുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു കംഫർട്ടിൽ കുറച്ച് കുറവാണ്. അതിപ്പോൾ എന്താണ്, ഞാൻ മോസ്റ്റ് ഓഫ് ദ വിസ്റ്റോം യൂസേഴ്സിൻ്റെ റിവ്യൂ എടുത്താലും മോസ്റ്റ് ഓഫ് ദ വിസ്റ്റോമിൻ്റെ യൂസേഴ്സിനെ നേരിട്ട് കണ്ടാലും ചോദിക്കുന്നൊരു കാര്യമാണത്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് ഇതുണ്ട്. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് വരുമ്പോൾ അത് ഒന്ന് സുസുക്കി നോക്കിയാൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നി. സീറ്റും ഓക്കെയാണ്, ആവറേജ്. ഞാൻ പൊട്ട സീറ്റാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അതിനെ നമ്മൾ എന്താ പറയുക, സീറ്റിൻ്റെ ഒരു ഇത് അറിയാതിരിക്കാനായിരിക്കും ചിലപ്പോൾ എർഗണോമിക്സൊക്കെ നല്ല അടിപൊളി രീതിയിലാണ് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പറായിട്ടുള്ള സിറ്റിങ് ആൻഡ് നമ്മൾ കറക്റ്റ് ഹാൻഡ്ലിങ് എല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ വേറൊരു പ്രശ്നവുമില്ല. ബ്രേക്കിങ്ങും കൂടെ പറയാതിരിക്കാൻ വയ്യ, ആൻഡ് സസ്പെൻഷനും കൂടെ പറയാതിരിക്കാൻ വയ്യ. റിയർ ബ്രേക്ക് ശോകം വേണമെങ്കിൽ ഇപ്പോൾ വല്ല ലൂബ് എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ബ്രേക്ക് ഉണ്ട് എന്നുള്ള വിചാരം നിങ്ങൾ അങ്ങോട്ട് മറക്കുക. ഓക്കെ, പിന്നെ ബാക്കിൽ ABS വർക്കിംഗ് ആണോ അല്ലയോ എന്നൊക്കെ കണ്ട് തന്നെ അറിയണം. കാരണം നമ്മൾ ഒരു പെട്ടെന്നുള്ള ഒരു എന്താ പറയുക, ഒരു പാനിക് സിറ്റുവേഷനിൽ നമ്മൾ ചാടിക്കയറി പ്രസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ലോക്കാവുന്നുണ്ട്. അപ്പോൾ ABS ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ലോക്കാവാൻ പാടില്ല എന്നാണ്, പക്ഷെ വണ്ടി ലോക്കാവുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ ABS ഉണ്ടോ ABS ഇല്ലയെന്നൊന്നും അറിയില്ല. റിയർ ബ്രേക്ക് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഓക്കെ, അപ്പോൾ റിയർ ബ്രേക്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ശോകം. ഓക്കെ, ഫ്രണ്ട് ബ്രേക്ക് ഓക്കെയാണ്. അങ്ങനെ അഗ്രസീവായിട്ടുള്ള ബ്രേക്കിംഗ് ഒന്നും നമ്മൾ നടക്കില്ല. അപ്പോൾ ഒരു 100-110 പോകുന്ന സമയത്ത് പെട്ടെന്നൊരു പാനിക് സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അഗ്രസീവായിട്ട് വണ്ടി നിൽക്കുവാന്ന് ചോദിച്ചാൽ നിൽക്കില്ല. കുറച്ച് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയിട്ട് വണ്ടി നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് മൈൻഡിൽ വെച്ചിട്ട് മാത്രം നിങ്ങൾ വണ്ടി ഓടിക്കുക. ഓക്കെ, വേറെ രീതിയിൽ ബ്രേക്കിംഗ് സിന്തറ്റിക് വാങ്ങിയാൽ ഓക്കെ ആവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് വലിയ ഫീലൊന്നും തോന്നിയില്ല കേട്ടോ. ഞാൻ സിന്തറ്റിക് ബ്രേക്ക് പാഡ് മേടിച്ച് ഞാൻ ഇട്ടുമായിരുന്നു, ടെസ്ലയുടെ മേടിച്ചിട്ടിട്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊന്നും എനിക്ക് വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഫീലായില്ല. അപ്പോൾ അതുകൊണ്ട് ബ്രേക്കിങ്ങിൽ അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. ബ്രേക്കിംഗ് ഭയങ്കര ശോകമാണ്. റിയർ സസ്പെൻഷൻ എനിക്ക് പിന്നെയും ഓക്കെ ആണെന്ന് തോന്നി, കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം പില്ലിയനും അല്ലെങ്കിൽ കുറച്ച് വെയിറ്റൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം ഇത് വർക്ക് ആവുന്നുണ്ട്. പില്ലിയൻ ഇല്ലെങ്കിലും അത് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ഫ്രണ്ട് മക്കളെ, നമ്മൾ ലഡാക്ക് കയറിയപ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത്. ഒന്നാമത് നിങ്ങൾക്കറിയാം ഇത് അഡ്വഞ്ചർ ടൂറിങ് ബൈക്കാണ് എന്നാണ് സുസുക്കി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓഫ് റോഡിന് പറ്റുന്നല്ല. പക്ഷെ നമ്മൾ മിഗില കയറിയപ്പോഴും ഉംലിങ്ങില കയറിയപ്പോഴൊക്കെ അങ്ങനെ ആയിരുന്നു. എന്താ പറയുക, ഫ്രണ്ട് സസ്പെൻഷൻ ശോകമെന്ന് പറഞ്ഞാൽ പോരാ, ശോകം. കാരണം 2 ഷോൾഡറിക്കും 2 നീലിക്കും എൽബോയിലേക്കും നല്ല രീതിക്ക് അടി വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് നമ്മുടെ വീഡിയോയിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഫ്രണ്ട് സസ്പെൻഷൻ നിങ്ങൾ നമ്മുടെ ഇത്രയും കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ സുസുക്കി അതൊന്ന് കൺസിഡർ ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.
ഓക്കെ. അപ്പോൾ പിന്നെ കംഫേർട്ടിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇതിനകത്ത് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഒന്നുമില്ല. അതേ സമയത്ത് ഇതേ സെഗ്മെൻറ്റിൽ ഞാൻ കമ്പയർ ചെയ്യല്ല, ഇതേ സെഗ്മെൻറ്റിൽ വരുന്ന ഇപ്പോൾ ഇറങ്ങിയ റീസെൻ്റായിട്ട് ഇറങ്ങിയ നമ്മുടെ TVS Apache RTX 300, എൻ്റെ പൊന്നോ, എന്താ പറയുക, ക്രൂസ് കൺട്രോൾ വേണോ ഉണ്ട്, സ്ലിപ്പർ ക്ലച്ച് വേണോ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വേണോ ഉണ്ട്, ക്വിക്ക് ഷിഫ്റ്റ് വേണോ ഉണ്ട്, എന്താ വേണ്ടേ, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ ബീനകത്ത് V-Stormനകത്ത് അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതെ, 4 3 7 സ്വിച്ചസ് ഉണ്ട്. നമ്മുടെ പണ്ട് കാലത്തെ അതേ മെക്കാനിസമാണ്. ഒരു ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എനിക്ക് ലഡാക്ക് കയറുമ്പോൾ എനിക്ക് തോന്നിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ക്രൂസ് കൺട്രോൾ വേണമായിരുന്നു. അത് നമ്മൾ ലോങ് റൈഡ് പോകുന്നവർക്ക് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവും. ക്രൂസ് കൺട്രോൾ എന്തായാലും വേണമായിരുന്നു, അതാണ് എൻ്റെ അഭിപ്രായം. ക്രൂസ് കൺട്രോൾ വേണമായിരുന്നു. അതെൻ്റെ സ്ട്രോങ് എന്താ പറയുക ഒപ്പീനിയൻ അല്ല, ഒബ്ജക്ഷനാണ്. കാരണം നമ്മൾ ഒരു ടൂറർ വണ്ടിയല്ലേ ഇത്. സുസുക്കി തന്നെ പറയുന്നത് ഒരു അഡ്വഞ്ചർ ടൂറിംഗ് ബൈക്ക് അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ ടൂറിംഗ് മെഷീനാണ് ഇത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ടൂറിംഗ് ബൈക്കിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? ക്രൂസ് കൺട്രോൾ വേണം. കാരണം നമ്മൾ അത്രയും ലോങ് അടിക്കുകയാണ്. എനിക്ക് ലഡാക്ക് ഫീൽ ചെയ്തതിൽ ഏറ്റവും വലിയ സങ്കടം തോന്നിയത്, ദേഷ്യം തോന്നിയതോ ഈ ഒരു കാര്യത്തിനാണ്. കാരണം നമ്മൾ ഈ ഹൈവേയിൽ പോകുന്ന സമയത്ത് നമ്മൾ സ്ട്രെച്ച് ചെയ്ത്, ഇപ്പോൾ ഇവിടെ ഇച്ചിരി കുറച്ച് ഇതുണ്ടെങ്കിലും നമുക്ക് കുറച്ച് നല്ല ദൂരം പോകുന്ന സമയത്ത് നമുക്ക് ആ ക്രൂസ് കൺട്രോൾ ഇല്ലാത്തതിൻ്റെ വില നന്നായി മനസ്സിലാക്കും. നമുക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ ചെയ്യുക. അപ്പോൾ ആ ഒരു സാധനം ക്രൂസ് കൺട്രോൾ ഉണ്ടായാൽ വളരെ വളരെ ഉപകാരമായിരുന്നു. ഉപകാരമല്ല, അത് ഉപകാരമാണ്. അതെന്തായാലും ഇതിൽ മിസ്സാണ്. അത് വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ബാക്കി സ്ലിപ്പർ ക്ലച്ച് ഓക്കെ, സ്ലിപ്പർ ഇതേ ഇല്ല. അപ്പോൾ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കോസ്റ്റ് കട്ടിങ്ങിനാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞാനൊക്കെ വണ്ടി എടുക്കുമ്പോൾ 2,75,000 സംതിങ് ആണ് ഞാൻ കൊടുത്തത്. ഓൾമോസ്റ്റ് ഒരു 2.8. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വണ്ടിയുടെ വില കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടാക്സ് കാര്യങ്ങളെല്ലാം കുറഞ്ഞതുകൊണ്ട് വണ്ടിയുടെ വില കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഇതിത്തിരി ഓവറാണ്. സുസുക്കിക്ക് ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. സുസുക്കിനെ ഞാൻ ഈ കാര്യത്തിൽ ചീത്ത വിളിക്കുകയെന്ന് വെച്ചോ. സുസുക്കിൻ്റെ അടുത്ത് എൻ്റെ പ്രതിഷേധം അറിയിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ സുസുക്കിൻ്റെ അതുവരെ എത്തിക്കുക. ഓക്കെ, ബാക്കി സ്ലിപ്പർ ക്ലച്ച് കാര്യങ്ങൾ അതില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ക്രൂസ് കൺട്രോൾ വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, മൈലേജ് കേട്ടോ, മൈലേജ് നമുക്ക് എന്തായാലും പറയണമല്ലോ. കാരണം ഇത്രയും കിലോമീറ്റർ ഓടിയതല്ലേ. എനിക്കൊരു മൈലേജ് ടോപ്പ് ഇപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു മൈലേജ് പറയാം കേട്ടോ. ലൈക്ക് ഇവിടെ നിന്ന് ഹൈവേയിൽ പോയതും പിന്നെ നമ്മൾ മല ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എല്ലാ മലകൾ കയറിയതും, ഓംലിംഗിലെ ആയാലും കർദുങ്ങിലെ ആയാലും മിഗിലെ ആയാലും എല്ലാവിടെയും കയറിയതും എല്ലാം കൂടെ ചേർത്തിട്ട് എനിക്കൊരു 35 to 38 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 35 to 38 കിട്ടിയിട്ടുണ്ട്. ഒരു 36 വയ്ക്കാം. ഓക്കെ, 36 നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അതൊരു എന്താ പറയുക, അതൊരു റിലയബിലിറ്റി കൂടിയ ഒരു ഇഞ്ചിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അതിനകത്തൊന്നും പറയാനില്ല, ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഇഞ്ചൻ വൈസ് V-Storm ഈസ് വെരി 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 ഗുഡ്. പെർഫോമൻസ് വൈസ് ഓക്കെയാണ്. പക്ഷേ കംഫർട്ട് വൈസ് വരുമ്പോഴാണ് ഈ എന്താ പറയുക സസ്പെൻഷനും ബ്രേക്കിങ്ങും പിന്നെന്താ പറയുക സീറ്റിങ്ങും എല്ലാം പ്രശ്നമായിട്ട് വരുന്നത്. പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രശ്നമൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, മനസ്സിലാക്കുക. നമ്മൾ കംഫർട്ട് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി കംഫർട്ട് നല്ല ഉദ്ദേശിക്കുന്നത്. എന്നാലും കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു എന്നുള്ള ഒരു സെഗ്മെൻറ്റുകളിലാണ് ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ. അല്ലാണ്ട് ബോറെന്നൊന്നും ഞാൻ പറയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമായി പോകും കേട്ടോ. ബോറൊന്നുമല്ല. ഓക്കെ, ഇനിയും ബെറ്റർ ആക്കാം എന്നുള്ളൊരു സെഗ്മെൻറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഞാൻ ബീനെ കൊണ്ട് ലഡാക്ക് കയറിയപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്താണെന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ലഡാക്ക് എത്തുന്ന വരെ ഹൈവേ തന്നെ ആയിരുന്നു. നമ്മൾ വേറെ എവിടെയും കയറിയിട്ടില്ല. എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ലഡാക്കല്ല, ഒരു കശ്മീർ ശ്രീനഗർ എത്തുന്നതിന് മുന്നേ വരെ വണ്ടി ഓക്കെ ആയിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഹില്ല് കയറാൻ തുടങ്ങിയത്. ശ്രീനഗർ ഹില്ല് കാര്യങ്ങളെല്ലാം നമ്മൾ ഈസി ആയിട്ട് കയറി.
ഹാനിലൊക്കെ എത്തുന്ന സമയത്താണ് നമ്മൾ ഈ എന്താ പറയുക ഹൈ ആൾട്ടിറ്റ്യൂഡ് എത്തി. അതിനുശേഷം ഓബിയസ്ലി എല്ലാ വണ്ടികൾക്കും പവർ ലോസ് ഉണ്ടായിരുന്നു, വി-സ്ട്രോമിനും പവർ ലോസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ വണ്ടിയുടെ നമുക്ക് ഇനിഷ്യൽ ടോർക്ക് നമുക്ക് വി-സ്ട്രോമിന് ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് കയറുന്ന സമയത്ത് പവർ ലോസ് വരുന്നതിൻ്റെ മെയിനുള്ള ഒരു കാരണം ഒരു എന്താ പറയുക ഓക്സിജൻ കുറവാണ്, അത് മനസ്സിലാക്കി. പക്ഷേ പൊതുവേ നോർമലി നമുക്ക് ഇനിഷ്യൽ ടോർക്ക് കുറവാണ്. അറിയാം ഇതൊരു ടൂറിങ് വണ്ടിയാണ്, മിഡ് റേഞ്ച് RPM ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ. മിഡ് റേഞ്ച് ഇതാണ് നന്നായിട്ട് വെൽ പെർഫോം ചെയ്യുക. ഓക്കെ, അത് എനിക്കറിയാം. പക്ഷേ കമ്പാരിറ്റീവ്ലി അതർ ബൈക്സ് എൻ്റെ കൂടെ വന്ന ഒരു എന്താ പറയുക നാല് ബൈക്കുകളില്ലേ, അവരെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇനിഷ്യൽ ടോർക്ക് ഭയങ്കര കുറവാണ്, നമുക്ക് വലിച്ചെടുക്കാനൊന്നും പറ്റുന്നില്ല. മിഡ് റേഞ്ചിൽ മോനെ സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ട്യൂൺ ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യും. അത് നിങ്ങൾ ട്യൂൺ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടാന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നമുക്ക് ലഡാക്ക് കയറാൻ വേണ്ടി മാത്രം നമുക്ക് ആ വണ്ടിയുടെ ആ പെർഫോമൻസിനൊന്നും മാറ്റേണ്ട കാര്യമില്ല. പക്ഷേ എന്നാലും അതൊരു എവിടെയൊക്കെയോ ഫീലായോ എന്ന് ചോദിച്ചാൽ ഫീലായി. നമ്മൾ മിഗിലേക്ക് കയറുന്ന സമയത്ത് അത് നന്നായി ഫീലായി. വണ്ടി കയറുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ വണ്ടി ഒന്ന് അനങ്ങി ഒരു 3000 RPM കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പിന്നെ പിടിച്ചാൽ നിൽക്കില്ല. ഓക്കെ, പക്ഷേ അത് കയറണം, അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു ഫീല് നമുക്കിതിലുണ്ടായി. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. വരുമ്പോഴും തിരിച്ച് പോകുമ്പോഴും ഇവിടെ നിന്ന് പോയപ്പോഴും അവിടെ നിന്ന് തിരിച്ച് വരുമ്പോഴും എനിക്ക് യാതൊരു തരത്തിലുള്ള പണിയും തന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈവൻ എൻ്റെ എന്താ പറയുക എൻ്റെ ഒരു ബ്രദറാന്നുള്ള രീതിയിലാണ് നമ്മളിത് ഇവനെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വി-സ്ട്രോം എടുക്കാൻ പ്ലാൻ ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ലഡാക്ക് പോകാൻ പ്ലാൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലഡാക്കിൽ കയറിയപ്പോൾ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത സാധനം എന്ന് പറഞ്ഞത് സസ്പെൻഷനാണ്. ഫ്രണ്ട് സസ്പെൻഷൻ 2 കയ്യിലും നല്ല അടി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ വണ്ടിയും കൊണ്ട് ബ്രോ ലഡാക്ക് പോകാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ ഉറപ്പായും പറ്റും ബ്രോ. ഇത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വണ്ടികളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ വി-സ്ട്രോം. ലഡാക്ക് പോകുന്നതിനെ കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ് ചെയ്തിട്ട് മാത്രം പോവുക. ഓക്കെ, വണ്ടി പഴക്കമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ട്രിപ്പ് എടുക്കുന്നതിന് മുന്നേ തന്നെ ആക്സിലേറ്റർ കേബിൾ മാറേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ മാറി. ആക്സിലേറ്റർ കേബിൾ, ക്ലച്ച് കേബിൾ എല്ലാം നമ്മുടെ സ്പാർക്ക് പ്ലഗുകൾ, ഫിൽറ്റർ എല്ലാം മാറിയിട്ട് തന്നെയാണ് നമ്മൾ പോയത്. എക്സ്ട്രാ ഒന്ന് കൈവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലഡാക്കിൽ കയറുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വണ്ടി ഓടേണ്ട കണ്ടീഷനിലുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ എക്സ്ട്രാ ഒന്ന് കരുതി വെക്കുന്നത് നന്നായിരിക്കും. പക്ഷെ നമുക്ക് അതൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല. എനിക്ക് ഒരു പ്രശ്നവും വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നും പറഞ്ഞ് നമ്മൾ ഒന്നും കരുതാതെ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് പണി കിട്ടുക. അപ്പോൾ നമ്മളെപ്പോഴും എല്ലാത്തിനും റെഡി ആയിട്ട് പോകണം. നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡാണ് പോകുന്നത്, റോഡ് പലതരമാണ്. ഇപ്പോഴൊക്കെ ഒരുപാട് റോഡ് പണികളും കാര്യങ്ങളൊക്കെ നടന്ന് പണ്ടത്തെ പോലെയൊന്നും അല്ല, ഇപ്പോൾ ഓക്കെയാണ്. എന്നാലും നമ്മൾ അതെല്ലാം കരുതുക, അത് നിങ്ങൾക്ക് നന്നായിരിക്കും കേട്ടോ. ബാക്കി ലഡാക്കിലെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വി-സ്ട്രോമും കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാവിടെയും കയറാൻ പറ്റി. ഈവൻ നമ്മൾ മിഗില കയറിയപ്പോൾ പോലും നമ്മളെ കൂടുതൽ പുഷ് ചെയ്തത് നമ്മുടെ വി-സ്ട്രോമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ലഡാക്ക് ട്രിപ്പ് ബീൻ്റെ കൂടെ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലഡാക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ, വി-സ്ട്രോം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുണ്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ആക്സറീസ് ഏതൊക്കെ കയറ്റി എന്നുള്ളതിന് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ഇതുവരെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ വണ്ടിയിൽ ഇനി ലഡാക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ്, ഇവിടെ നിന്ന് നമ്മൾ ലഡാക്ക് എത്തുന്ന വരെ ഹൈവേ ആയതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഫേസ് ചെയ്തിരുന്നു. പിന്നെ എന്താ പറയുക, ടയറൊന്നും ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ. ആ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പോഴും ഞാൻ ലഡാക്ക് വണ്ടി സ്റ്റോക്കാണ് ടയർ കിടക്കുന്നത്, ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പം തന്നെ ഏകദേശം 32,000 കിലോമീറ്ററായി. ഇനിയും വണ്ടി ഓടും. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇത്രയും ടയറിൻ്റെ കപ്പാസിറ്റി കിട്ടി കേട്ടോ. ഇനി ഒരു 5,000-6,000 കിലോമീറ്റർ കൂടെ വേണേൽ ഓടും. അപ്പോൾ
ഞാൻ എന്തായാലും മഴ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാറ്റാമെന്നുള്ള രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് V-Strom ഇതുവരെ കിട്ടിയിരിക്കുന്ന അനുഭവം കേട്ടോ. ഇതുവരെ ഇവൻ എന്നെ വഴിയിൽ നിർത്തിയിട്ടില്ല. ഈവൻ ലഡാക്ക് കയറിയിട്ട് 5 പേരുടെ വണ്ടി കംപ്ലൈൻ്റ് 5 പേരിൽ 4 പേരുടെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടും നമ്മുടെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടില്ല. എന്നെ വഴി നിർത്തിയിട്ടില്ല, എന്നോട് പിണങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് 2026 നിങ്ങൾക്ക് വാങ്ങാൻ വെർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. ഒറ്റ കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി, ഒരു ഫീച്ചേഴ്സോട് കൂടിയുള്ള ഒരു കംഫർട്ടായിട്ടുള്ള വണ്ടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര റിഗ്രറ്റായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എന്താ പറയുക, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ വിചാരിക്കുക അയ്യോ വേണ്ടിയിരുന്നില്ല, നമുക്ക് RTX പോരായിരുന്നു. പക്ഷേ RTXന് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കംഫർട്ട് ഉണ്ട്. ഇഞ്ചൻ സൈഡ് നമുക്ക് എന്താണെന്ന് ഏതാണെന്ന് അറിയില്ല. പക്ഷേ ഇവൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, V-Stromൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടിയാണ് മോനെ, ഒരു പണിയില്ല. ബാക്കി നിങ്ങൾ സോ കോൾഡ് ഓഫ് റോഡ് ബൈക്കൊന്നും അല്ല ഉപയോഗിക്കുന്നത് താല്പര്യപ്പെടുന്നതെങ്കിൽ ബമ്പർ ടു ബമ്പർ സിറ്റി റൈഡ് ആൻഡ് കുറച്ച് ദൂരം നിങ്ങൾക്ക് ടൂറിങ്ങും കൂടെ ചെയ്യണം, ഡെയിലി കമ്മ്യൂട്ടിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളൊരു വണ്ടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോഴും V-Strom എന്താ പറയുക, എല്ലാ വണ്ടികളുടെയും കൂടെ നിൽക്കുന്ന വണ്ടി തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഫീച്ചേഴ്സ് നോക്കി ഒരു കംഫർട്ട് വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവൻ്റെ എടുക്കരുത്, നിങ്ങൾ വളരെ റിഗ്രറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഫീച്ചേഴ്സ് കുഴപ്പമില്ല, ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനും അങ്ങനത്തെ ഒരു മെഷീനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എനിക്ക് V-Stromമായിട്ട് കിട്ടിയ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും, നിങ്ങൾ V-Strom എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ, ലഡാക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ താഴെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഹൈപ്പ് കൂടെ ചെയ്യുക കേട്ടോ. വീഡിയോ 4 പേർക്ക് എത്തട്ടെ. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സർവീസിലേക്ക് വരാം കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഡൽഹിയിൽ ഒരു പ്രാവശ്യം സർവീസ് ചെയ്തിരുന്നു. നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഡൽഹിയിൽ ഒരു പ്രാവശ്യം സർവീസ് ചെയ്തിരുന്നു. പിന്നെ വണ്ടി കയറി, പിന്നെ തിരിച്ചു വരുമ്പോൾ സമയത്ത് ഞാൻ ജയ്പൂർ വെച്ചിട്ട് വണ്ടി എഗെയിൻ സർവീസ് ചെയ്തു. പിന്നെ നേരെ തിരിച്ചു വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇത് എപ്പോഴാണ് കൊടുത്തത്. എനിക്ക് സർവീസ് കോസ്റ്റ് ഒന്നും വലിയ രീതിയിൽ വന്നില്ല. എയർ ഫിൽറ്റർ കാര്യങ്ങളും നോർമൽ സർവീസ് തന്നെയാണ് ആയത്. എയർ ഫിൽറ്റർ കാര്യങ്ങൾ ഓയിൽ എല്ലാം മാറ്റിയത് കൊണ്ട് എനിക്കൊരു 2300 രൂപ ചാർജ് വന്നു കേട്ടോ. അത്ര തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. വേറെ വണ്ടിയിൽ വലുതായിട്ട് ഒരു മെയിൻ്റനൻസും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതാണ് സർവീസിൻ്റെ ഭാഗത്തു നിന്നും. സർവീസ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് തന്നെയാണ് സുസുക്കിയിൽ. ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു സർവീസ് പാർട്സുകൾ കിട്ടാൻ വഴിയില്ല, ആക്സറീസ് കിട്ടാൻ വഴിയില്ല, പിന്നെ സർവീസ് മോശമാണ്. എനിക്ക് എൻ്റെ സർവീസ് സെൻറ്ററിൽ ഞാൻ ഓക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ മേജർ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ അതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എനിക്ക് ഇതുവരെ ഇപ്പോൾ ഈ ഒരു കൊല്ലമായിട്ട് എൻ്റെ സർവീസ് സെൻറ്ററൊക്കെ ഓക്കെയാണ്. ഞാൻ പാലക്കാട് ഗ്ലോബൽ സുസുക്കിയിലാണ് കൊടുക്കുന്നത്. എൻ്റെ സർവീസ് സെൻറ്റർ ഇതുവരെ ഓക്കെയാണ്. ഞാനിപ്പോൾ നക്കിൾ ഗാർഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു. വിൻഷീൽഡ് മാറ്റണമെന്ന് വെച്ചിട്ട് സാധനം അവിടെ ഉണ്ട്, ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നക്കിൾ ഗാർഡ്സ് ഞാൻ ഇപ്പോഴല്ല, നമ്മുടെ 3-4 ട്രിപ്പിൽ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓൾ ആക്സറീസ് പിന്നെ ബ്രേക്ക് പാഡ് കാര്യങ്ങൾ എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓൾ ആക്സറീസ് അവൈലബിൾ ആണ് പാലക്കാട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് വേറെ ഷോറൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കിട്ടിയിട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഉടനടി നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.